എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ വീഡിയോസും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാരാഹി മന്ത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ വാരാഹി ദേവിയെ നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതമാണ്. ഇപ്പോഴുള്ള എല്ലാ യൂട്യൂബ് ചാനലിലും വാരാഹി ദേവി അത്രയും പോപ്പുലറായി തുടങ്ങി. അപ്പോൾ വാരാഹി ദേവി എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാരാഹി ദേവി അത്രയും അത്ഭുതമാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്, പവർഫുള്ളാണ് ദേവി. വാരാഹി ഗോഡസ് അല്ലെങ്കിൽ വാരാഹി ദേവി എന്ന് പറയുന്നത് വരാഹം രൂപം പൂണ്ട ദേവി. വളരെ പെട്ടെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിമിഷ നേരം കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയും ദേവി കേട്ട് നമുക്കത് സാധിച്ചു തരാൻ പറ്റുന്ന ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കാനായിട്ടുള്ളത് ഓരോ മന്ത്രവും 21 തവണ 21 ജപിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെ സാധിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളത് ഇല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ. വിശ്വാസം, അതായത് നമ്മൾ ഈ വാരാഹി ദേവി ആരാണ്, എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിഞ്ഞ് ദേവിയോടുള്ള ആ ഒരു വിശ്വാസം, അതില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ ആദ്യം മനസ്സിൽ ധ്യാനിക്കുക, അതുപോലെ തന്നെ വിശ്വാസവും അതും ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. അപ്പം മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ മന്ത്രവും ജപിക്കുമ്പോൾ അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. തൊഴിൽ ലഭ്യത, സമ്പത്ത്, കുടുംബൈക്യം, ദാമ്പത്യം, പിന്നെ അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അതുപോലെ അവരുടെ ബുദ്ധിപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം ശരിക്കും നിങ്ങൾ ജപിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടൈമാണോ ആ ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലർക്കാണെങ്കിൽ ഈ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് 5 o'clock എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അവർക്ക് 5 മിനിറ്റ് ദേവിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതാണോ ആ ഒരു ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 5 മിനിറ്റ് എന്തായാലും വാരാഹി ദേവിക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറി എന്ന് വേണം ഞാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യം അത്രയും പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് വാരാഹി മന്ത്രം. അപ്പോൾ നിങ്ങൾ 21 തവണ 21 പ്രാവശ്യം ഐ മീൻ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ മന്ത്രത്തിന് ഒരു ഉപയോഗമുള്ളൂ. അതായത് ആ മന്ത്രം ജപിച്ച ആ കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് ദേവിയും ധ്യാനിച്ചിട്ടായിരിക്കും നമ്മൾ ആ മന്ത്രം ചെയ്യുന്നത്. അപ്പോൾ ആ മന്ത്രം ജപിച്ച് കഴിയുന്നത് ശരിക്കും 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചാൽ മാത്രമേ അതിനൊരു ആ ഒരു മന്ത്രശക്തി നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അത് തുടർച്ചയായി ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സമാധാനമായ കുടുംബം നീങ്ങിപ്പോവാതെ ഒരുപാട് രീതിയിൽ എന്താ പറയുക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോസിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള കമൻറ്റ് പുറമേ ഞാൻ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് കമൻറ്റ്സുകാർ പേടിക്കണ്ട കേട്ടോ. അവർ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ്സിനൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയാതെ തന്നെ ഞാൻ ലാസ്റ്റത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടനവധി ആളുകൾക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്, വരാഹി ദേവിയുടെ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. അവരെന്നാലും മനസ്സുറപ്പിച്ച് ദേവിയോടുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ
മെയിനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് എന്താ പറയുക, വേദനിക്കാതെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഒരുപാട് പേര് കാണും. അപ്പോൾ അവരെയൊക്കെ ദുഷ്ടനിഗ്രഹം എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിക്കും ഭയങ്കര സത്യമാണ് കേട്ടോ. അപ്പോൾ വാരാഹി ദേവി അതൊക്കെ അതിനുള്ള പ്രതിവിധി എന്തായാലും ദേവി അത് കാണിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു വളരെ ശക്തിയാർന്ന ദേവിയാണ് രൂപം പൂണ്ട വാരാഹി ദേവി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിനൊക്കെ ഒരൊറ്റ മന്ത്രമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സമാധാനം, ദുഷ്ടനിഗ്രഹം, കുട്ടികൾക്ക് വേണ്ടിയുള്ള വളർച്ച, ദാമ്പത്യം, തൊഴിൽ ലഭ്യത, സമ്പത്ത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്കെല്ലാമായിട്ടുള്ള ഒരൊറ്റ മന്ത്രമാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 21 ദിവസം 21 തവണ കറക്റ്റ് നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ ഉദ്ദേശിച്ച കാര്യം നടക്കാനും പോകുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. ജപിക്കുകയാണെങ്കിൽ വിശ്വാസത്തോടെ മാത്രം ജപിക്കുക, അല്ലാതെ ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജപിക്കുന്നതെന്നുള്ള ആ ഒരു ഫീല് മാറ്റുക. ദേവിയോടുള്ള വിശ്വാസം ആണ് മെയിനായിട്ടും വേണ്ടത് കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും നല്ല രീതിയിലുള്ള ചിന്തകൾ, നല്ലത് മാത്രം ഭവിക്കുള്ളൂ. എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ള ചിന്തയിലൂടെ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയാണ് ശരിക്കും വേണ്ടത്. അത് നമ്മുടെ മനുഷ്യർക്ക് ശരിക്കും അങ്ങനെ ഒരു ചിന്ത വേണം. ദുഷ്ടർ ഉണ്ടായിക്കോട്ടെ, ദുഷ്ടർ അവർക്കുള്ള പണികൾ അവർ ചെയ്യും, അതെന്തായാലും നമ്മളവരെ മാറ്റി നിർത്തും. ദേവിക്ക് അതിന് മാറ്റി നിർത്താൻ പറ്റും. ഒരിക്കലും അവരെ ഉയർച്ചയിലേക്ക് അവരെത്തില്ല, ദുഷ്ടരാണല്ലോ. കാര്യം നമ്മളെ നന്മ അവർക്ക് ആഗ്രഹിക്കുന്നില്ല, പകരം അവർ നമ്മളുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അവരെ അതിനനുസരിച്ച് ദേവി ട്രീറ്റ് ചെയ്തോളും. അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ എല്ലാവരും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക. അപ്പോൾ 5 മിനിറ്റ് നിങ്ങൾ വാരാഹി ദേവിക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് സേഫാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ അത്ഭുതകരമായ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അറിയാത്തവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും. വാരാഹി ദേവി ആരാണ്, എന്താണ് എന്നുള്ളൊരു ഐഡിയ ഇല്ല, മന്ത്രം ജപിക്കാൻ അറിയില്ല. ഒരുപാട് ദൂരദേശത്തു നിന്നുള്ള ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ടൈമാണ് കാണുന്ന വീഡിയോ. അതുപോലെ വേറെ 1-2 പേർക്ക് നല്ല അനുഭവം ഉണ്ടായി. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ അവരുടെ ചാറ്റൊക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. വാരാഹി അമ്മ അത്ഭുതമാണ് എന്ന് പറയുന്നത് വളരെ 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 സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പവർഫുൾ മന്ത്രമാണ്, ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതേതാണ് ആ മന്ത്രം എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഈ പവർഫുൾ മന്ത്രം ജപിക്കുമ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു, 2-3 പേര് പറയുന്നുണ്ടായിരുന്നു വളരെ ശുദ്ധി വേണമോ മന്ത്രം ജപിക്കുമ്പോൾ. നമുക്കറിയാം, നമ്മൾ ഹിന്ദുക്കൾ സാധാരണ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എങ്ങനെയാണ്, ശുദ്ധി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും അല്ലേ. പക്ഷേ നമ്മൾ ശുദ്ധി വേണം, മനഃശുദ്ധിയും വേണം, ശരീരശുദ്ധിയും വേണം, ഇതൊക്കെ വേണം. പക്ഷേ നമുക്കിപ്പോൾ ഋതു എന്ന് പറയുന്നത് ദൈവത്താൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഋതുവായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് പീരീഡ്സ് ആവുന്ന ആ ഒരു സമയമായാലും നമുക്ക് മനസ്സിൽ ധ്യാനിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതിനൊന്നും ഒരു ദേവി, ഒരു ഭഗവതിയോ അല്ലെങ്കിൽ ഭഗവാനോ നമ്മളെ ശപിക്കില്ല. മനസ്സിൽ ധ്യാനിക്കാം. പൂജകൾ നമ്മൾ എന്തായാലും ചെയ്യില്ല, പൂജാ റൂമിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഒന്നും പോവില്ല, അത് ഓക്കെയാണ്. പക്ഷെ നമുക്കത് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. പക്ഷെ ധ്യാനിക്കുന്നതുമായിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. ഓം വരരൂപിണ്യേ നമഃ, ഓം വരരൂപിണ്യേ നമഃ, ഓം വരരൂപിണ്യേ നമഃ, ഓം വരരൂപിണ്യേ നമഃ,
ॐ वररूपिण्ये नमः। 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 ॐ वररूपिण्ये नमः।
ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः। ॐ वररूपिण्ये नमः।
ഓം വരരൂപിണ്യേ നമഃ. 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 ഓം വരരൂപിണ്യേ നമഃ.